90.8 റേഡിയോ മീഡിയ വില്ലേജിൽ ഇതാ വീണ്ടും സംഗീത മഹോത്സവത്തിന് തിരി തെളിയുന്നു. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. റേഡിയോ മീഡിയ വില്ലേജ് 90.8 presents മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നമ്മുടെ സെമി ഫൈനൽ മത്സരമാണ് ഈ വേദിയിൽ നടക്കുന്നത്. ഒരുപാട് കഴിവുള്ള ഗായകരാണ് ഇന്ന് ഈ വേദിയിൽ മാറ്റൊരുക്കുന്നത്. ശരിക്കും നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അവരുടെ പാട്ട് സെലക്ഷൻ ആണെങ്കിലും അവരുടെ പെർഫോമൻസ് ആണെങ്കിലും അത്രയും ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓരോ മത്സരാർത്ഥികൾക്കും ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഗ്രാൻഡ് ഫിനാലെയുടെ ആ വേദി, ഒപ്പം മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7ന്റെ ആ ഒരു ടൈറ്റിൽ വിന്നർ ആവുക. അപ്പോൾ ഈ ഒരു വാശിയോട് കൂടി തന്നെയാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥിയും എത്തിയിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ആദിനാഥ് എസ്. ആദിനാഥ്, വെൽക്കം ടു. യെസ്, എന്ത് തോന്നുന്നു? ഇത്രയും കുട്ടികളോട് മത്സരിച്ച് ഈ സെമി ഫൈനലിൽ എത്തി നിൽക്കുകയാണ്, എന്ത് തോന്നുന്നു? മാർക്കിട്ട സാറന്മാർക്കെല്ലാം വളരെ നന്ദി, എന്നെ നന്നായിട്ട് പാടാൻ സാധിച്ചതിന്. ഓക്കെ, സന്തോഷമാണ്. അപ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എസ് ബിയിലാണ് പഠിക്കുന്നത്. അപ്പം സ്കൂളിൽ ഇങ്ങനെ ഫ്രണ്ട്സിനോടും ടീച്ചേഴ്സിനോടും ഒക്കെ പറഞ്ഞു മ്യൂസിക് ധമാക്ക സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞോ? അപ്പോൾ അവരെന്താ പറഞ്ഞത്? നന്നായിട്ട് പാടിയിട്ടൊക്കെ വരാൻ പറഞ്ഞു. ടെൻഷൻ ഉണ്ടോ? കുറച്ച്. എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഇത് നമ്മുടെ വേദിയാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾക്ക് പെർഫോം ചെയ്ത് സ്റ്റാർ ആവാനുള്ളൊരു സ്പേസ് ആണ്. അപ്പോൾ എന്താണേലും അടിപൊളിയായിട്ട് പാടുക. അപ്പോൾ നമുക്ക് സെമി ഫൈനലിലെ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ? ഫസ്റ്റ് റൗണ്ട് ഓൾഡ് ഈസ് ഗോൾഡ്. ഓൾഡ് ഈസ് ഗോൾഡിൽ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? നീരാടുവാൻ നിളയിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. നല്ലൊരു പാട്ടാണ്, കേട്ടിരിക്കാൻ നല്ല സുഖമുള്ളൊരു പാട്ടാണ്. അപ്പം ആ ഒരു സുഖം ഞങ്ങൾക്ക് തരാനായിട്ട് ആദിനാഥിന് സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.
കാറ്റുവഞ്ചി പൂക്കളും കാറ്റിലാടിയുലഞ്ഞു ആലിമാലിൽ മണൽ തട്ടും ആതിര പൂവണിഞ്ഞു ആലിൻ്റെ കൊമ്പത്തെ ഗന്ധർവനോ ആരെയോ മന്ത്രമോദി ഉണർത്തിയിടുന്നു നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. അതിനാഥ് നല്ലൊരു പാട്ട്. വിചാരിച്ച പോലെ പാടാൻ പറ്റിയോ? പറ്റി. അതിന്റെ ഒരു സന്തോഷം നമ്മുടെ ആദിനാഥിന്റെ മുഖത്ത് കാണാനും ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സന്തോഷത്തിൽ തന്നെ അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? യെസ്, അടുത്ത റൗണ്ട് അന്യഭാഷ റൗണ്ട് ആണ്. ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? റാസാത്തി ഉണ്ണി. ഓ, കേട്ടിരിക്കാൻ അത്ര സുഖമുള്ള, എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ എന്താണെങ്കിലും ആദിനാഥിന്റെ സ്വരത്തിൽ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. ഓൾ ദ ബെസ്റ്റ്. ராசாத்தியுன்னை കാണാതെ നെഞ്ച് കാറ്റാടി പോലാടുത് ராசாத்தியுன்னை കാണാതെ നെഞ്ച് കാറ്റാടി പോലാടുത് പൊഴുതാതി പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാരെ ഉന്നെ തേടുത് ராசாத்தியுன்னை കാണാതെ നെഞ്ച് കാറ്റാടി പോലാടുത് കണ്ണുക്കൊരു വന്നക്കിളി കാതുക്കൊരു ദാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ കണ്ണുക്കൊരു വന്നക്കിളി കാതുക്കൊരു ദാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ തത്തിത്തമിഴും തങ്കച്ചിവിഴേ പൊങ്കിപ്പെരുകും തങ്കത്തമിഴേ നിത്തന്തര നിച്ചന്തര നച്ചത്തിലും யாரோடு எங்க எனக்கெந்து பேச்சு நீதானே கண்ணே நான் தாது போச்சு வாழ்த்தாகி வீட்டும் வாவா கண்ணே ராசாத்தி உன்னை കാണാതെ നെഞ്ച് കാറ്റാടി പോലാടുത് മുഴുകാതി പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാരെ ഉന്നെ തേടുത് ராசாத்தி உன்னை കാണാതെ നെഞ്ച് കാറ്റാടി പോലാടുത് മൻകേ ഒരു ഗംഗേ ഒരു മന്നൻ ഒരു കണ്ണൻ അത് കല്ല് ഒരു കാതൽ ഒരു സൊന്നാനന്ദ മന്നൈ ഒരു ഗംഗേ ഒരു മന്നൻ ഒരു കണ്ണൻ അത് കാതിൽ ഒരു കാതൽ കരി സൊന്നാനന്ദ അത്തൈ മകളോ മാമൻ മകളോ
நித்தித்தரம் நித்தித்திடம் யாரோடு எங்க எனக்கெந்த பேச்சு நீதானே கண்ணே நான் தாதும் போச்சு வாழ்தாக வீத்தும் போதும் போதும் ராசாத்தி உன்னை കാണാതെ നെഞ്ച് കാത്താടി പോലാടുത് പൊഴുതാതി പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാനെ ഉന്നെ തേടുത് രാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് കാത്താടി പോലാടുത് കാത്താടി പോലാടുത്. ആദിനാഥ്, രണ്ട് പാട്ടും നല്ല സെലക്ഷൻ, അത്യാവശ്യം നന്നായിട്ട് പാടിയിട്ടുമുണ്ട്. നമുക്കപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ജഡ്ജസിനോട് തന്നെ ചോദിക്കാം അല്ലേ? അവർ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു തരും. ആന്റണി സാർ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ആദിനാഥിന്റെ പെർഫോമൻസ്? ആദിനാഥ് എന്താ വളരെ പ്ലസന്റ് ആയിട്ട് പാടുന്നു കേട്ടോ, കുഴപ്പമില്ല, നന്നായിരിക്കുന്നു. പിന്നെ ലീജ പറഞ്ഞ പോലെ നല്ല സെലക്ഷൻ ആയിരുന്നു, നല്ലൊരു മൂഡുണ്ടായി. നീരാടുവാൻ അല്ലേ? പിന്നെ പൂത്തിങ്കളെ ഒന്ന് പാടാമോ? അല്ലല്ല, ആ പാട്ടിന്റെ പല്ലവിയിലെ ലാസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, നാളെ വൈകി വന്ന് പൂത്തിങ്കളേ വൈകി വന്നു പൂത്തിങ്കളേ. അങ്ങനെയാണോ? തിങ്കളേ പൂത്തിങ്കളേ. അതൊന്ന് പഠിക്കണം, അത് കറക്റ്റ് അങ്ങനെയല്ല, ഇങ്ങനെ സ്റ്റെപ്പാ കേട്ടോ. അങ്ങനെയുള്ള സ്റ്റെപ്സ് ഉണ്ട്, അതിനെ സംഗതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ സംഗതികളെ അതിൻ്റെ നോട്ട്സ് അതിന് പോക്കുണ്ട്, അത് കറക്റ്റ് അത് കേൾക്കുക, അത് കേട്ട് അത് പെർഫെക്റ്റ് ആയി ആ പാട്ട്. മനസ്സിലായോ? നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ആ പാടുന്നത് ഒരു 70%, 75%. നമ്മൾ A+ വേണ്ടിയില്ലേ അല്ലേ പരീക്ഷ എഴുതുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ A+ലേക്ക് വരണം. ഇപ്പോൾ ഒരു B+ ഇതിലേക്ക് അല്ല നമ്മുടെ ശ്രമം, അതല്ല. പാട്ട് പെർഫെക്റ്റ് ആക്കുക എന്നുള്ള ഒറിജിനൽ എങ്ങനെയാണ് അതനുസരിച്ച് നമ്മൾ പാടുക. ഇതൊക്കെ നമ്മുടെ ഒരു എഡ്യൂക്കേഷനാണ്, മ്യൂസിക് എഡ്യൂക്കേഷൻ തരുന്ന സ്ഥലമാണ് ഈ പ്ലാറ്റ്ഫോമൊക്കെ. മനസ്സിലായോ? ഇതിലൂടെ ഈ കിട്ടുന്ന മോട്ടിവേഷൻ ഇൻസ്പിറേഷനിലൂടെയാണ് നിങ്ങൾ പോയി പാട്ട് പാടുന്നു, വേറെ സ്റ്റേജസിൽ വലിയ ആളാകുന്നു. അതാണ് നമ്മൾ ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം ഈ മത്സരങ്ങളുടെയൊക്കെ, കേട്ടോ. അതല്ലേ ലീജ? തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കിട്ടുന്ന ആ ഐഡിയ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പാട്ട് നല്ല ലയമുണ്ട്, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലയമുണ്ട്, ടാലൻറ്റഡ് ആണ്, പ്രാക്ടീസ് ചെയ്ത് മെച്ചപ്പെടുത്തുക. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കമൻറ്റ് കേട്ടോ. യു ആർ ഗുഡ് സിംഗർ, യു ഹാവ് എ ഗുഡ് ഫ്യൂച്ചർ. ഓക്കെ. അപ്പോൾ ഈ രാസാത്തി ഒന്ന് ആ പാട്ട് ആരാ പാടിയെന്നറിയോ? ആരാന്ന് പറയാം? ഇപ്പം റിലവൻ്റാന്ന് തോന്നുന്നു. ഒരു ക്വസ്റ്റ്യനാ, ഒരു GK ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് നമ്മൾ മ്യൂസിക് ലോകത്ത് P. ജയചന്ദ്രൻ സാറിൻ്റെ ആത്മശാന്തിക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഭാവഗായകനാണ്, എന്തുമാത്രം ഗാനങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടാണ് പാടിയത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ അധികം പാട്ട് ഇവിടെ പാടിയില്ല അല്ലേ സാറേ? അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്കിപ്പോൾ ഓർക്കാം. പിന്നെ അതിന് സൂചിതമായി നമുക്ക് അദ്ദേഹത്തിന് ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം. ഓക്കെ, ശരി, ഓക്കെ. താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ ആന്റണി സാർ വളരെ നല്ല കമൻസ് ആണ് പറഞ്ഞത്. ചെറിയൊരു പ്രാക്ടീസിൻ്റെ കുറവ് മാത്രമാണ് സാർ പറഞ്ഞത്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഷായ് സാറിലേക്ക് പോകാം അല്ലേ? സാർ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആദിനാഥിൻ്റെ പെർഫോമൻസ്? മുന്നേ നന്നായിട്ട് പാടി കേട്ടോ, രണ്ട് പാട്ടും രണ്ടും നല്ല സെലക്ഷനാണ്. എനിക്കൊരു കാര്യം പറയുള്ളതെന്ന് വെച്ചാൽ മോൻ പാടുന്നത് ഇച്ചിരി കൂടെ സീരിയസ് ആയിട്ട്, ലേസി ആയിട്ട് പാടുന്ന പോലെ തോന്നുന്നു. ഇച്ചിരി കൂടെ ഒരു ഇരുത്തി പാടുവാണെങ്കിൽ ഈ പാട്ട് നന്നായിട്ട് പാടാൻ പറ്റും. ഇപ്പം നീരാട് ഇങ്ങനെ അങ്ങ് പാടി പോവാ, അത് അതിൻ്റെ സ്ട്രെസ് കൊടുത്ത് പാടുവാണെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു കേട്ടോ. കുറച്ച് സംഗതികളൊക്കെ പറഞ്ഞില്ലേ, ചെറിയൊരു വ്യത്യാസങ്ങൾ, ഇപ്പം ഒരു സംഗതി പറഞ്ഞില്ലേ, അതുപോലുള്ള ചെറിയ നോട്ടുകളുണ്ട്. ആ നോട്ടുകളൊക്കെ നമ്മളൊന്ന് സ്ലോയിൽ പൂന്തിങ്കളേ അത് അങ്ങനെ പഠിച്ചിട്ട് അത് സ്പീഡാക്കണം. ആ സ്പീഡാക്കുമ്പോൾ കറക്റ്റ് ഈ സംഗതിക്ക് അത് വരും. മനസ്സിലായോ? അതുപോലെ ഒന്നിൻ്റെ കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. റേഞ്ചൊക്കെ ഉണ്ട്, നല്ല വോയിസ് ആയിട്ട് വരും. കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ നല്ല വോയിസ് വരും കേട്ടോ. ടൈമിങ് എല്ലാം നല്ല സുഖമുണ്ട്. കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പഠിക്കുന്നുണ്ടോ? ഇപ്പം പഠിക്കാൻ പറ്റിയ പ്രായമാണ്, അതിനോട് സമയം കണ്ടെത്തണം കേട്ടോ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അപ്പോൾ രണ്ട് ജഡ്ജസും നല്ല കമൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രാക്ടീസ് ചെയ്യുക, ഒന്നുകൂടെ പാട്ട് പഠിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി പാട്ട് പഠിക്കത്തില്ലേ, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തുക എന്നുള്ളത് വലിയ സ്വപ്നമല്ലേ?
അപ്പോൾ ആദിനാഥ് നമ്മുടെ മ്യൂസിക് ധമാക്കാസ് ജൂനിയർ സീസൺ 7ന്റെ ഗ്രാൻഡ് ഫിനാലയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാനായിട്ട് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണം, നമ്മുടെ റിസൾട്ട് അറിയാനായിട്ട്. കാരണം കുറച്ച് ഗായകർ കൂടെ പാടാനുണ്ട്. എല്ലാവരും പാടി തീർന്നതിന് ശേഷമായിരിക്കും നമ്മൾ റിസൾട്ട് അറിയിക്കുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ദിസ് ഈസ് റേഡിയോ മീഡിയ വില്ലേജ് 90.8 മ്യൂസിക് ധമാക്കാസ് ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണിക്കല കല്യാണം.